ഹലോ. സാധാരണ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നലെ അത് ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല ഇന്ന് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് തയ്യലിലോട്ട് കയറിയപ്പോൾ തന്നെ കുറേ താമസിച്ചു. പിന്നെ എല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നല്ല സമയമായി. അതുകൊണ്ട് എനിക്ക് വെറും 2 യൂണിഫോം മാത്രമാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും തയ്യൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഹുക്കും കൂടി വെക്കാനുണ്ട്. 2 സ്കേർട്ടിലും ഹുക്ക് വെക്കണം. കുഞ്ഞ് പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു മോളുടെ ഒരു യൂണിഫോം 2 സെറ്റ് യൂണിഫോം സെറ്റാണ്. അതിൻ്റെ ഷർട്ടാണിത്. അപ്പോൾ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടൺസ് ഇനി നമ്മൾ വേറെ കടയിൽ കൊടുത്താണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം മാർക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ തയ്യൽ ജോലികൾ കഴിഞ്ഞു. ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു കട്ടനും ചെറിയൊരു പലഹാരവും കൂടി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ രാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സിമ്പിളാണല്ലോ, നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് വലിയ ജോലികളൊന്നും ഇല്ലല്ലോ. അപ്പം തേങ്ങയാണെങ്കിലും നമ്മൾ തിരികെ ഇത് വെച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങയും കുറച്ച് പയർ പുഴുങ്ങിയത് എനിക്കുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് ശർക്കരയും. ഇതൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിൽ കാണുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് അതിൻ്റെ കുഴക്കട്ടയുടെ അകത്ത് വെക്കാനുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് എല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്കെല്ലാം തയ്യാറാക്കി വെക്കാം. എന്നിട്ട് ഒരു ആവി പാത്രത്തിൽ വെച്ചിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിലല്ലേ കുഴച്ചിരിക്കുന്ന മാവ്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ മതിയാവും. അപ്പോൾ എല്ലാം നമുക്ക് വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ 2 ദിവസം കൊണ്ട് ശ്രദ്ധിക്കാത്തതിന് ചെറിയൊരു വാട്ടമുണ്ട് കേട്ടോ എൻ്റെ മണി പ്ലാന്റിന്. അതിൻ്റെ 1-2 ഇലയൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് വെള്ളവും കൂടി തെളിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഈ ഇലയിലൊക്കെ കുറച്ചൊന്ന് ഫ്രഷ്നെസ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ കുഴക്കട്ട വിട്ടുന്ന വേവട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് വെളിയിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഞാൻ രാവിലെ ഒന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നേ, അതുകൊണ്ടൊന്ന് പുറത്തിറങ്ങിയെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇന്ന് വിരിഞ്ഞ പൂവാണ്. ആദ്യമായിട്ടാണ് കേട്ടോ വിരിയുന്നത്. നല്ലൊരു പൂവാണ്. റോഡ് സൈഡിലൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ ഞാനിത് ഒത്തിരി ഇഷ്ടപ്പെട്ട് ആ റോഡ് സൈഡിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു തൈ പിഴുതെടുത്തിട്ട് വന്നതാണ്. കുറേ മാസങ്ങളായി, എന്നിട്ട് ഇപ്പോഴാണ് പൂ പിടിച്ചത്. പിന്നെ ചെമ്പരത്തി കുഞ്ഞുങ്ങളൊക്കെ നല്ല സുഖമായിട്ട് നിൽപ്പുണ്ട്. ഇത് ഒരു ലൈറ്റ് പിങ്കാണ്, വൈറ്റാണ്, പ്യുവർ വൈറ്റാണ്. അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ലൈറ്റ് പിങ്കിൻ്റെ ഒരു ലൈൻ പോലത്തെ ഷെയ്ഡ് വരും. പിന്നെ ഇതാണെങ്കിൽ നല്ല ആരോഗ്യമായിട്ടുള്ളൊരു ചെമ്പരത്തിയാണ് കേട്ടോ. അതിൻ്റെ വെയിറ്റ് കാരണം എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞേ കിടക്കുള്ളൂ. അപ്പോൾ നല്ലൊരു കളറാണ്, പീച്ച് കളറിൻ്റെ അകത്തൊരു ഡാർക്ക് മെറൂണൊക്കെ വന്നിട്ടുള്ളൊരു കളറാണ്. അതേപോലെ നമ്മുടെ പ്യുവർ വൈറ്റ് ചെമ്പരത്തി എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഇത് രാവിലെ വിരിഞ്ഞതിന് ശേഷം ചെറുതായിട്ടിങ്ങനെ ചുരുങ്ങിയിട്ടുണ്ട് വൈകിട്ടായപ്പോഴേക്കും. പിന്നെ അടുക്ക് ചെമ്പരത്തി നാളെ വിരിയാനുള്ള പ്ലാനിങ്ങിലാണ്. ഇതും നല്ലൊരു റെഡാണ്. അതിൻ്റെ നടുക്കാണെങ്കിൽ നല്ല ഡാർക്ക് മെറൂൺ ഇത് വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ഒരു സംഭവം കണ്ടു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പിന്നെ നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇത് കണ്ടോ, ഒരു കുഞ്ഞൻ മാവാണ്. ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് വെച്ചതാണ്. വാങ്ങിച്ച് വെച്ച സമയത്ത് ഒരു 2 മാങ്ങയും കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊണ്ടുവന്ന് വെച്ച ഉടനെ തന്നെ എല്ലാം പൊഴിഞ്ഞു പോയി. അതിനുശേഷം ഈ വർഷം പിടിച്ചതാണ് കേട്ടോ. കുറേ പൂ പിടിച്ചു. അതേപോലെ 4 മാങ്ങയെ കിട്ടിയുള്ളൂ, പൂവെല്ലാം പൊഴിഞ്ഞു പോയി. അങ്ങനെ വെറും 4 മാങ്ങ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരെണ്ണം ഇങ്ങനെ പച്ചക്കിരിപ്പുണ്ട്. ഇനി ഒരെണ്ണം പഴുത്തതാണോ എന്നറിയത്തില്ല. പക്ഷേ ഞാനത് കയ്യിൽ തൊട്ടുടനെ തന്നെ എൻ്റെ കയ്യിൽ നടന്നു വന്നു കേട്ടോ. നോക്കിയപ്പം സംഭവം പഴുത്തിട്ടാണ്, വെടിച്ച് പഴുത്തിട്ടുണ്ട്. ഉറുമ്പും ഉണ്ട് ഇതിനകത്തെ. അപ്പം അകത്തിങ്ങനെ പൊട്ടിയിട്ട് വെടിച്ചിരിക്കുവാണ്. എന്തായാലും ചീത്തയാവില്ലോ എന്നറിയത്തില്ല. അപ്പോൾ വെട്ടി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ വെട്ടിയെടുത്തപ്പോഴേക്കും കഴുകിയിട്ട് ഉറുമ്പൊക്കെ കളഞ്ഞിട്ടാണ് വെട്ടിയത്. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണവും ഉണ്ട്, നല്ല കളറും ഉണ്ട്, അതുപോലെ നല്ല പഴുപ്പുണ്ട്. ഇനി കഴിച്ച് നോക്കും പറയാം ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പം വെട്ടാനും വേണ്ടി ഇല്ല കേട്ടോ, ഒരു കുഞ്ഞു സാധനമാണ്. ഒരു വെള്ളക്കട അത്ര പോലും ഇല്ല, ഒരു കുഞ്ഞൊരു മാങ്ങയാണ്. പിന്നെ അതിൻ്റെ കുരുവാണെങ്കിലും ചെറിയൊരു ഓട് കഷ്ണം പോലത്തെ ഒരു പീസേ ഉള്ളൂ. അങ്ങനെ മാങ്ങയുടെ കുരു എന്നൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് പിടിച്ച മാങ്ങയല്ലേ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ ഞാൻ വെട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുഴക്കട്ട വെന്തോന്ന് നോക്കാം. അപ്പോൾ കുഴക്കട്ട നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അധികം സമയമൊന്നും വേണ്ട. ചൂടുവെള്ളം, നമ്മൾ തിളച്ച വെള്ളത്തിലാണല്ലോ മാവ് കുഴച്ചത്, അതുകൊണ്ട് തന്നെ അധികം സമയം വേണ്ടല്ലോ. അപ്പം സ്റ്റവൊക്കെ ഓഫ് ചെയ്തു. ഇനി ഞാൻ ഒരു കട്ടനൊക്കെ ഇട്ട് ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇത് തേനാണ് കേട്ടോ, അത് വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു
ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് മധുരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേനൊക്കെ പുറത്തൊഴിച്ച് കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കുമ്പം എനിക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാനാണ് കേട്ടോ ഒത്തിരി ഇഷ്ടം. ഇതെൻ്റെ ബ്ലാക്ക് സി പ്ലാന്റാണ്. ഒരു നശിച്ച് പോയെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എന്തായാലും വീണ്ടും അടിയിൽ നിന്ന് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. പുതിയ പുതിയ നാമ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങളായതാണ് കേട്ടോ, ഒരു 6 വർഷമെങ്കിലായിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റ് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ കട്ടനും കുഴക്കട്ടയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഒന്ന് ഫസ്റ്റ് നമ്മളുടെ മാങ്ങ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് പിടിച്ചതാണല്ലോ, അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചപ്പോൾ നല്ല മധുരം കേട്ടോ, ഭയങ്കര മധുരമായിരുന്നു. പക്ഷെ കഴിക്കാനും വേണ്ടി ഇല്ല, ഒരു ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ മാങ്ങ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ കുഴക്കട്ട കേട്ടോ, റാഗി പൗഡറിൻ്റെ. ഇത് ഞാൻ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച പൗഡറാണ്. അപ്പം നല്ല ടേസ്റ്റുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൗഡർ പോലെയല്ല, നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.